ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയ ഒരു എൻട്രി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞത് കണക്ക് തന്നെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു വളരെ ചെറിയൊരു ഡിസ്റ്റർബൻസ് പുറത്തുനിന്ന് കേട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഇന്നത്തെ വീഡിയോ ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ എടുത്തൊരു എൻട്രിയാണ് ഒരു 1:5 റേഷ്യോയിൽ നമുക്ക് നല്ലൊരു എൻട്രി നമുക്ക് ഇന്ന് പ്ലേസ് ചെയ്യാൻ പറ്റി. അതും റിസ്ക് ടു റിവാർഡ് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14 പോയിൻറ്റ്സ് ഇൻഡെക്സിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ചെറിയ പോയിൻറ്റ്സ്, ഏകദേശം ഒരു 7 to 8 പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് എന്താണ് ഒരു സ്ട്രൈക്കുകളിൽ ഒരു 0.5 ഡെൽറ്റ വാല്യൂ ഉള്ള സ്ട്രൈക്കുകളിൽ നമുക്ക് സ്ലോപ്പ് ലോസ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ആയിരുന്നു ഇന്നത്തെ എൻട്രി മോഡൽ എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടില്ലായിരുന്നു, കാരണം ചെറിയൊരു ബിസി ആയിരുന്നു. പിന്നെ ഞാൻ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ടൈം ഏകദേശം ഒരു 11 o'clock നൈറ്റിലായിരുന്നു. പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നി. നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ മോർണിംഗിൽ ഒരു 8 o'clock മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഇടാൻ താല്പര്യം കാണിക്കുന്നു. കാരണം അപ്പോൾ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ വരാൻ പറ്റുന്ന എല്ലാ ന്യൂസുകളും നമുക്ക് മാർക്കറ്റ് എന്തോ ബയാസാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ പറ്റും. അതേപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെയൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്കൊരു മോർണിംഗ് ആകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കുമോ അതോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കുമോ, നമുക്കപ്പോൾ എങ്ങനെയൊക്കെ ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജസ്റ്റ് മോഡലിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഒരു ലെവലാണ് ഈ ഒരു 2 റെഡ് ലൈൻസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ ഒരു 1 day ടൈം ഫ്രെയിമിൽ നോക്കുമ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അതൊരു FVG ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പുകളാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് മുമ്പുള്ള വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ഒരു ബിഗ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ഒരു ഹ്യൂജ് മണിയുള്ള ഒരാൾ, സ്മാർട്ട് മണി ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് മാർക്കറ്റിൽ എൻ്റർ ആവുന്നത്, ആ എൻ്റർ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുട് പ്രിൻറ്റ്സ് ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നോർമലി ആരും അത് പറഞ്ഞു തരത്തില്ല എങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പുകളെ പറ്റി. പലരും ഷോർട്സിലും മറ്റേ രീതിയിലും നിങ്ങൾക്ക് ഫാൻസി ആയിട്ടൊക്കെ പറഞ്ഞു തരും, പക്ഷേ ആരും എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിൽ ഇൻഡെപ്തായിട്ട് എന്താണ് നടക്കുന്നതെന്നൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക, സ്വന്തമായിട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. നമ്മളീ പറയുന്നത് ജസ്റ്റ് ഒരു വ്യൂ ആണ്. വളരെ ടൈം എടുത്ത് മാത്രമേ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഇന്നത്തെ ദിവസം നോക്കി കഴിഞ്ഞാൽ ഇന്ന് മാക്സിമം ഒരു സൈഡ് വേസ് ഡേ ആണ്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 1:5 റേഞ്ചിൽ നമുക്ക് നല്ലൊരു ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റും. അതും ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും നല്ല മൊമെൻറ്റം നടന്നൊരു ടൈമിൽ തന്നെയാണ് നമുക്ക് ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കാറ്. പക്ഷേ നമ്മൾ ഇന്ന് മാർക്കറ്റ് സൈഡ് വേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 minute ടൈം ഫ്രെയിമിലാണ് നോക്കിയത്. 1 minute ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത ലെവലിൽ തന്നെ മോർണിംഗിൽ നല്ലൊരു പുഷ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ ബെയറിഷ്നെസ് ആണ്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് എത്തിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവാൻ മാർക്കറ്റ് ശ്രമിക്കും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇന്ന് നടന്നത്. ആ ഒരു ഏരിയയിൽ വന്ന് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ കണ്ടു. എവിടെയാണ് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടത്? ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെ ഡൗണിലോട്ട് ബ്രേക്ക് ചെയ്തു. തിരിച്ച് ഇവിടെ വന്ന് ഇതിന് ഹൈയ മാർക്കറ്റ് ടേക്ക് ചെയ്തപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് കയറുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മളൊരു 1:5 നമ്മൾ വെച്ചായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇന്ന് പ്രതീക്ഷിച്ച ഏകദേശം ഈ ഒരു ഹൈ വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റ് അത്ര രീതിയിൽ എത്തിയില്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇവിടെ തന്നെയാണ് ഞാൻ വെച്ചത്. അത് ഈസിലി അക്കംപ്ലിഷ് ആയി. അതേപോലെ ആ ഒരു ഏരിയയുടെ പ്രീമിയം ഡിസ്കൗണ്ടിൽ പിന്നെയും മാർക്കറ്റ് വന്നതിന് ശേഷം പിന്നെയും മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് ഹിറ്റാക്കി തന്നായിരുന്നു. ഏകദേശം 1:5 റേഞ്ചിലുള്ള ടാർഗറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ എൻട്രി എടുത്തത്. ഏകദേശം ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഗ്രൂപ്പുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറിപ്പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലോ ഇല്ലെങ്കിൽ ഗൂഗിൾ ലെൻസിൽ നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ ടെലിഗ്രാമിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പണായി വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തതിന് ശേഷം ആ ലിങ്ക് നിങ്ങൾ ഏതെങ്കിലും വാട്സാപ്പിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.